ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ചക്കപ്പായസം ആയാലോ? ഒരു വെറൈറ്റി അല്ലേ? അപ്പോൾ ഞാൻ രണ്ട് തരത്തിലുള്ള ചക്കപ്പായസം ഒന്ന് വെച്ച് നോക്കി കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ട് തരുന്നത്. ആദ്യത്തെ ചക്കപ്പായസം ഞാൻ വെച്ചത് നമ്മൾ നമ്മുടെ കുക്കറിൽ വെച്ച് വേവിച്ച് മിക്സിക്കകത്ത് അടിച്ചിട്ട് ഉള്ള ചക്കപ്പായസമായിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത് വെച്ചതാണ് ഇത്. ഞാൻ വരട്ടിയെടുത്ത് നമ്മൾ നെയ്ക്കകത്ത് വരട്ടി കുറച്ച് നല്ല സോഫ്റ്റായിട്ട് ഇരുന്ന് പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ശർക്കര പാനിക്കകത്ത് വേവിക്കുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ട ചക്കപ്പായസം ഇതാ. ചക്കപ്പായസമോ ചക്കപ്രഥമൻ എന്നൊക്കെ പറയും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനളവൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഒരു 10-25 ചോളം ചെറുതായിട്ട് അരിഞ്ഞതും. ഇതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയാം. പിന്നെ നമുക്ക് വഴറ്റിയിടാനുള്ളത് കപ്പലണ്ടി, റേസിൻസ്, നട്ട്സ്, പിന്നെ തേങ്ങാക്കൊത്ത് എല്ലാം കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. പിന്നെ 1-ാം പാല്, 2-ാം പാല്, പിന്നെ നമ്മുടെ ശർക്കര പാനി ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചക്കയായതുകൊണ്ട് ഗ്യാസ് ഇതിന് വരും. അതുകൊണ്ട് ഞാൻ ചുക്ക്, ജീരകം, പിന്നെന്തോ ഏലക്ക ഇത്രയിട്ട്. പിന്നെ നമുക്ക് ഹോം മെയ്ഡ് നെയ്യ്, നമ്മൾ നെയ്യ് വീട്ടിലുണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുക്കർ അടപ്പായസം എല്ലാവരും വെച്ച് നോക്കിയെന്ന് വിചാരിക്കുന്നു. അത് നല്ല വ്യൂസ് ഉണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നല്ല ഈസിയും വളരെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പം നമ്മൾ കുക്കറൊന്നും എടുക്കുന്നത്, ഞാനൊരു ചെറിയ പാൻ എടുത്തു. അതിനകത്ത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു. നമുക്കിതെല്ലാം വറുത്ത് കോരി എടുക്കണ്ടേ? ചങ്ങിട്ട് എന്നിട്ട് നമുക്കിത് നെയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇതെല്ലാം വറുത്ത് കോരി ഇട്ട് മാക്സിമം ഞാൻ പാത്രങ്ങൾ കുറയ്ക്കും കേട്ടോ. അപ്പം ഞാൻ ആ പാനിൽ തന്നെ വറുത്ത് കോരിയിട്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യോടെ ഒഴിച്ച് ഇനി നമുക്കെന്തുകൊണ്ട് ഈ ചക്ക എടുത്ത് അതിനകത്തോട്ട് വരട്ടിയെടുക്കാം. നെയ്ക്കകത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ഇതാണ് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. മറ്റേതാണെങ്കിൽ ഇത് മറ്റേ ഇച്ചിരി ഈസിയാണ്. കുക്കറിൽ വെച്ച് നമ്മൾ വേവിച്ച് മിക്സിക്കകത്തൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ. പക്ഷെ അത് കടിക്കാനൊന്നും കിട്ടില്ല. ഒരു എന്താ പറയുന്നത്, സൂപ്പ്, ഒരു കുഴമ്പ് പരുവത്തിലിരിക്കും. അതിൽ സുഖമില്ല. നമ്മൾ അട കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, കുറച്ച് അതിൻ്റെ ആ പീസൊക്കെ ഇല്ലേ, അതുപോലെ ഒരു സുഖമില്ല. അത് വെറും ഒരു നമ്മൾ എന്താ പറയുന്നത്, ഒരു ലിക്വിഡ് പോലെ, കട്ടി ലിക്വിഡ് പോലെ കഴിക്കുന്ന പോലെ. എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മളെല്ലാം ചക്കയെല്ലാം നല്ലതുപോലെ അരഞ്ഞ് ഇരിക്കുന്നതല്ലേ. ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കുന്നതുകൊണ്ട് പീസ് കഴിക്കാൻ കിട്ടും. എന്താ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇത്. അതുപോലെ തന്നെ ഈ ചക്കയ്ക്ക് നല്ല മധുരമാണ്. ഈ എന്താ പറയുക, തേൻ വരിക്ക പോലെ മധുരം. അതുകൊണ്ട് ഞാൻ പിന്നെ ശർക്കരയും ഞാൻ വളരെ കുറച്ച് ചേർത്ത എനിക്കൊന്ന് ഒരു ഉരുണ്ട ശർക്കരയുടെ പകുതി എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിന് നല്ല മധുരമാണ്. മധുരം ചേർത്തില്ലേലും വേണ്ട, പക്ഷെ കുറച്ച് ശർക്കര ചേർത്തതേ നോക്കും കേട്ടോ. അതുപോലെ മധുരമായി ചക്കയ്ക്ക്. അപ്പം നമ്മൾ ഈ നെയ്ക്കകത്ത് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ വരട്ടി ഇരിക്കും. കുറച്ച് നെയ്യോട് ആഡ് ചെയ്യാം. ഞാൻ അതിൽ നിർത്തുവാണ്. ബാക്കി ഇത് ചക്കയ്ക്ക് തന്നെ നല്ല ടേസ്റ്റ്. നെയ്ക്കകത്ത് കൂടുതലായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ക്കകത്ത് നല്ലതുപോലെ ഇങ്ങനെ വരട്ടിയെടുക്കാം. ഇപ്പോൾ ഒരുവിധമൊക്കെ ആയി. ഇനി നമുക്കെന്ത് ചെറിയ ശർക്കരപ്പാനി എടുത്ത് വെച്ചില്ലേ, അതും അങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി എല്ലാം അതിനകത്തോട്ട് ഒഴിച്ചു. ഇനി ഇത് കിടന്നതിനകത്ത് വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കണം. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇതിനകത്തോട്ട് ഇടാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യണം കേട്ടോ. മധുരം ഉണ്ടല്ലോ നല്ലപോലെ. ശർക്കരക്കകത്ത് കുറച്ച് ഉപ്പുണ്ട്. എന്നാൽ തന്നെ ഒരു നുള്ള്. ഓക്കെ, അത്ര മതി. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. എനിക്കും നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഇതിട്ടിട്ട് പൊക്കളയില്ല കേട്ടോ. അടിക്കൊന്നും പിടിക്കരുത്. എന്നാൽ തന്നെ ഈ ശർക്കര നല്ലതുപോലെ ഇതിനകത്ത് പിടിക്കട്ടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അപ്പം നല്ലതുപോലെ അബ്സോർവ് ചെയ്തുണ്ട്. ഇതുപോലെ നല്ല അബ്സോർവ് ചെയ്തിരിക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ അടിക്കാം. അപ്പോൾ ആ ശർക്കരയും നമ്മുടെ ചക്കയും കൂടെ നല്ലതുപോലെ പിടിച്ച്, അപ്പോൾ നല്ല അബ്സോർവ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ 2-ാം പാല് ഇതിനകത്തോട്ട് ഒഴിച്ചു കേട്ടോ. 2-ാം പാല്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റട്ടെ. ഇത്ര നമുക്ക് ഒന്ന് കുറുകിയിരിക്കുന്നത് നല്ലത് എപ്പോഴും കേട്ടോ. ഓക്കെ, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ പിന്നെ 1-ാം പാല് ചേർത്തല്ലോ. അപ്പോൾ ഇത് കുറുകി വരുമ്പോൾ നമുക്ക്
എന്തോ പറഞ്ഞേ എടുത്ത് വെച്ചിരിക്കുന്ന ചുക്ക്, ജീരകം, നമ്മുടെ പിന്നെ ഏലക്ക, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടുക. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. എന്നിട്ട് പെതുക്കെ ഇരിക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ചക്കപ്പായസം നല്ല കുറുകി വരുന്നുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ആ ശർക്കര അത്രയും കുറച്ച് ഉപയോഗിച്ചിട്ട് തന്നെ പിന്നെ നല്ല മധുരം. അതായത് ചില ചക്കയ്ക്ക് നല്ല മധുരമാണല്ലോ, നല്ല മധുരം. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയോ, നമ്മുടെ ഈ ഇതെല്ലാം കൂടി ചേർക്കാം. നമുക്കൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ ചക്ക പായസത്തിൻ്റെ ലാസ്റ്റ് റൗണ്ടായി. കണ്ടോ, നല്ല കുറുകി നമ്മുടെ എന്തോ പറയുന്ന സാധാ അടപ്പായസം പോലെ കിടക്കുന്ന കണ്ടോ. കടിക്കാനും കിട്ടും അവിടെ ചക്കയുടെ ചെറിയ ചെറിയ പീസസ്. എന്നാൽ ഒന്ന് നല്ലപോലെ വെന്ത്, ഇതാണ് ടേസ്റ്റ് കേട്ടോ. മറ്റേ നല്ല ശരിക്കും അങ്ങ് ലിക്വിഡ് പോലെ നമ്മുടെ സൂപ്പ് കുടിക്കുന്ന പോലെ ഇരിക്കും. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. എളുപ്പമാണ് ചെയ്യാൻ കേട്ടോ, വളരെ ഈസിയാണ്. ഒത്തിരി ബർഡൻസ് ഒന്നുമില്ല. ബാക്കി ജോലികളൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇത്രയും ഇത് ഇരുന്ന് കുറുകയില്ല, ഇത്രയും മതിയെങ്കിൽ ഇപ്പം സ്റ്റോപ്പ് ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഇനി ഞാൻ ഓഫ് ചെയ്യാം. എന്നാൽ തീ എന്നുവെച്ചാൽ ഇതിൻ്റെ ചൂട് തന്നെ കൊണ്ട് അത് സൂപ്പറാവും. അപ്പം ഇനി ഇരുന്ന് കുറുകും. കണ്ടോ, അവിടെ മിക്സായില്ല. എനിക്കിരുന്ന് കുറുകും. ഞാനൊരു 2 മിനിറ്റ് ഞങ്ങളെ കാണിക്കേ. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ചക്കപ്പായസം. കണ്ടോ, നല്ല എന്തൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ശർക്കര കുറച്ചിട്ട്, മധുരം വളരെ കുറവാണ്. ഈ നമ്മുടെ ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് ശർക്കരയും കുറച്ചിട്ടേക്കുന്നത്, അതുകൊണ്ട് മധുരമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ നമ്മുടെ അടപ്പായസം മോതിരി കണ്ടോ, കടിക്കാനും ഉണ്ട്, എന്നാൽ പിന്നെ നല്ല ടേസ്റ്റുമാണ്. ശരിക്കും അടപ്രഥമൻ മാതിരി. ഇതാണ് ചക്ക അടപ്രഥമൻ തന്നെ കേട്ടോ. മറ്റേ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടത്തില്ല. കണ്ടോ, നല്ല സൂപ്പർ പായസം. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.